നമസ്കാരം. നാട്ടിൻപുറത്തേക്ക് സ്വാഗതം. തല ഉയർത്തി സൂര്യനെ നോക്കി നിൽക്കുന്ന സൂര്യകാന്തി പൂക്കളെ കാണുന്നത് തന്നെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചയാണ്. തൃശൂർ അന്തിക്കാട് താന്നിത്ത് അഴക് വിടർത്തി നിൽക്കുകയാണ് സൂര്യകാന്തി ശോഭ. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിലാണ് തരിശുപാടത്ത് സൂര്യകാന്തി കൃഷി ഇറക്കിയത്. മണ്ണിലും മനസ്സിലും പൂക്കളുടെ പൊൻവസന്തം. കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന സൂര്യകാന്തി പാടങ്ങൾ കാഴ്ചയുടെ ഉത്സവലഹരിയാണ് ഒരുക്കുന്നത്. ഒരു വേള തമിഴ്നാട്ടിലെ ഉൾഗ്രാമങ്ങളാണോ എന്ന് സംശയം തോന്നാം. തൃശൂർ അന്തിക്കാട് താന്യം പഞ്ചായത്തിലാണ് കൃഷി. തരിശായി കിടന്ന 25 ഏക്കർ ഭൂമിയിൽ 5 ഏക്കർ സ്ഥലത്താണ് സൂര്യകാന്തി വിടർന്നു നിൽക്കുന്നത്. ഉഴുന്നും ചോളവും മറ്റും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാമെന്നായിരുന്നു ആദ്യം നാട്ടുകാർ തീരുമാനിച്ചത്. എന്നാൽ ഗുണനിലവാരം അല്പം കുറവായതിനാൽ പെറ്റ്സിന് തീറ്റയായി നൽകാനാണ് തീരുമാനം. ഇപ്രാവശ്യം ഞങ്ങൾ എള്ളു വിതയ്ക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അപ്പോൾ എള്ളു വിതയ്ക്കാൻ വരുന്ന അവസരത്തിൽ നമ്മളിങ്ങനൊരു നിർദ്ദേശം വെച്ചു. അത് ആൾ അപ്പം തന്നെ സ്വീകരിച്ച് കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു. 25 ഏക്കറയിൽ എള്ളും 5 ഏക്കറയിൽ സൂര്യകാന്തിയും 2 ഏക്കറയിൽ ചോളവുമാണ് ഇപ്രാവശ്യം നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. സൂര്യകാന്തി പൂക്കളുടെ മനോഹാരിത കണ്ട് നിരവധി പേരാണ് ഇങ്ങോട്ടെത്തുന്നത്. സെൽഫിയും റീലുകളും എടുക്കാൻ കുട്ടികളും എത്തുന്നു. കാണാൻ ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങളിത് അറിഞ്ഞിട്ട് വന്നാണ്, വേറൊരു സ്ഥലം വരെ പോയതാണ്. ഞാനിത് ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. ടൂറൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കാണലുള്ളൂ. ഇത് കണ്ടപ്പോൾ നല്ലൊരു ഇഷ്ടമായി, നന്നായിട്ടുണ്ട്. വരും വർഷങ്ങളിലും ഇത്തരത്തിൽ സൂര്യകാന്തി കൃഷി ചെയ്യാനാണ് നാട്ടുകാരുടെ തീരുമാനം. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ. കോഴിക്കോട് ബേപ്പൂർ മറീന ബീച്ചിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇനി തിരമാലകൾക്ക് മുകളിലൂടെ ഒഴുകി നടക്കാം. സഞ്ചാരികളെ ലക്ഷ്യമിട്ട ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒരുങ്ങി. DTPCയുടെയും തുറമുഖ വകുപ്പിന്റെയും സഹായത്തോടെ ചാലക്കുടി ക്യാപ്ചർ ഡേയ്സ് അഡ്വഞ്ചർ ടൂറിസം ആൻഡ് വാട്ടർ സ്പോർട്സിന്റെ നേതൃത്വത്തിലാണ് പാലം സ്ഥാപിച്ചത്. കടലിൽ തിരമാലകൾക്കൊപ്പം ഉയർന്നും താഴ്ന്നും ഒരു പാലം. നീളം 100 മീറ്ററും വീതി 3 മീറ്ററും. കടലിന് നടുവിൽ പുതിയ അനുഭൂതി സൃഷ്ടിക്കുകയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്ന ഹൈ ഡെൻസിറ്റി പോളി എത്തിലീൻ ബ്ലോക്കുകൾ ഉപയോഗിച്ചാണ് നിർമ്മാണം. പെട്ടെന്ന് ഘടിപ്പിക്കുകയും ഇളക്കുകയും ചെയ്യാമെന്നതിനാൽ ആവശ്യത്തിനനുസരിച്ച് ഇവ മറ്റിടങ്ങളിലേക്ക് നീക്കാനാകും. 7 കിലോ തൂക്കം വരുന്ന 1300 HDPE ബ്ലോക്കുകൾ പാലത്തിന് ഉപയോഗിച്ചു. ബ്ലോക്കുകളിൽ 2 മീറ്റർ ഇടവിട്ട് താങ്ങുകൾ നൽകിയിട്ടുണ്ട്. വശങ്ങളിൽ കൈവരിയുള്ളതിനാൽ വീഴാതെ പിടിച്ചു നിൽക്കാം. പാലത്തിലൂടെയുള്ള യാത്ര ആസ്വദിക്കാൻ വലിയ ജനത്തിരക്കാണ് മറീന ബീച്ചിൽ. 100 രൂപ കൊടുത്താലും കുഴപ്പമില്ല, അടിപൊളിയുണ്ട്. എക്സ്പീരിയൻസ് വളരെ നല്ല രസമുണ്ട്. എല്ലാവർക്കും ഒരേ ഇഫക്റ്റ് കിട്ടൂലല്ലോ. തിര വലിയതും ചെറുതും അയച്ചിങ്ങനെ വരുമ്പോഴേ കുറച്ച് 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും അവര് വോട്ട് കുറവാന്ന് തോന്നുന്നു വരെ കയ്യിൽ. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വിസിലടിക്കുന്നത് പറഞ്ഞു വിടുന്നത്. അടിപൊളി, സൂപ്പർ. 100 കിലോഗ്രാം തൂക്കമുള്ള 31 നങ്കൂരങ്ങൾ ഉപയോഗിച്ചാണ് പാലം ബലപ്പെടുത്തിയിരിക്കുന്നത്. ഒരേ സമയം 500 പേർക്ക് വരെ കയറാൻ ശേഷിയുണ്ട്. നിലവിൽ 50 പേർക്ക് ലൈഫ് ജാക്കറ്റ് ധരിച്ച് മാത്രമാണ് പാലത്തിൽ പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. പാലത്തിന്റെ അറ്റത്ത് സന്ദർശകർക്ക് കടൽ സൗന്ദര്യം ആസ്വദിക്കാൻ 15 മീറ്റർ വീതിയിലുള്ള പ്ലാറ്റ്ഫോമും ഒരുക്കിയിട്ടുണ്ട്. രാവിലെ 11 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശനം. 100 രൂപയാണ് നിരക്ക്. നാളെ മന്ത്രി മുഹമ്മദ് റിയാസ് പാലത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് 18 കോഴിക്കോട്. CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കണ്ണൂർ മൗവേരിയിൽ നിർമ്മിച്ച ഹെലികോപ്റ്റർ മാതൃക കൗതുക കാഴ്ചയായി. പിണറായി ഏരിയയിലെ കുഞ്ഞാലിനഗർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഹെലികോപ്റ്റർ മാതൃക നിർമ്മിച്ചത്.
6 മുതൽ 10 വരെ കണ്ണൂരിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിനായി പ്രാദേശിക തലത്തിലുള്ള സംഘാടക സമിതി ഓഫീസുകളിൽ ഒന്നാണിത്. വിവിധയിടങ്ങളിൽ പല മാതൃകകളിൽ നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് കുഞ്ഞാലിനഗർ ബ്രാഞ്ചിന്റേത്. 2 ആഴ്ചയോളം സമയമെടുത്താണ് യഥാർത്ഥ ഹെലികോപ്റ്ററിനെ വെല്ലുന്ന മാതൃകയുടെ നിർമ്മാണം. ഹെലികോപ്റ്ററിന്റെ അകത്ത് ഫാനും ലൈറ്റുമെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാൻ NV നൌഫൽ, കൺവീനർ സുജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്റീരിയർ ഡെക്കറേറ്ററായ C സന്തോഷാണ് ഹെലികോപ്റ്റർ മാതൃക തയ്യാറാക്കിയത്. ന്യൂസ് 18 കണ്ണൂർ. മൂന്നാറിൽ ഇത് നീല വസന്തത്തിന്റെ കാലമാണ്. കടുത്ത വേനലിനെ അതിജീവിച്ച് പച്ചവിരിച്ച് നിൽക്കുന്ന തേയിലത്തോട്ടങ്ങൾക്കിടയിൽ ജഗരാന്ത പൂവുകൾ പൂത്തു നിൽക്കുകയാണ്. ആ കാഴ്ചകളിലേക്ക്. മൂന്നാറിലെ മലമടക്കുകളിലൂടെയുള്ള യാത്ര മനോഹരമാണ്. മലനിരകളിലെ നീലവസന്തം സഞ്ചാരികളുടെ മനം കവരും. എത്ര കണ്ടാലും മതിവരാത്ത ജക്കരാന്ത പൂക്കൾ ഒരുക്കുന്ന മനോഹര കാഴ്ച. തേയിലച്ചെടികളുടെ അരികുപറ്റി പടർന്ന് പന്തലിച്ച് പൂത്തു നിൽക്കുന്ന വർണ്ണവിസ്മയം. ലാറ്റിൻ അമേരിക്കക്കാരിയാണ് ജക്കരാന്ത. ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് മൂന്നാറിലേക്ക് എത്തിയത്. നീലവാകയെന്നും വിളിപ്പേരുണ്ട്. കേരളം കടുത്ത ചൂടിൽ വെന്തുരുകുന്ന ഫെബ്രുവരി മുതൽ ഏപ്രിൽ വരെയാണ് ജക്കരാന്തയുടെ പൂക്കാലം. ഇലകൾ പൊഴിച്ച് ചില്ലകളിലെങ്ങും നീലമിഴികൾ തുറക്കുന്ന ജക്കരാന്തയുടെ സൗന്ദര്യത്തിൽ മയങ്ങാതെ വേനലിലെ മൂന്നാറിന്റെ കാഴ്ചകൾ പൂർണ്ണമാകില്ല. ന്യൂസ് 18 മൂന്നാർ. കായംകുളം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുന്നു. പുതുതായി പമ്പ് ഹൌസ് നിർമ്മിച്ചതോടെയാണ് ഏറെക്കാലമായി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ തെക്കൻ പ്രദേശത്തുള്ള മുക്കം, കണ്ടപ്പുറം, പള്ളി ജംഗ്ഷൻ, പൈപ്പ് ജംഗ്ഷൻ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ജലക്ഷാമം അതിരൂക്ഷം. കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 9 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കായൽവാരത്ത് കുഴൽക്കിണർ നിർമ്മിച്ചത്. മഴക്കാലത്തടക്കം പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു. 3 വർഷമായി ഈ പ്രദേശങ്ങളിൽ ടാങ്കറുകളിൽ വെള്ളം എത്തിച്ചു നൽകുകയായിരുന്നു. പഞ്ചായത്തിന് വർഷം തോറും 22 ലക്ഷത്തോളം രൂപ ഇതിനായി ചെലവായി. ഇതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷമായിട്ട് ഏകദേശം 26 ലക്ഷം രൂപയോളം നമ്മുടെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നമ്മൾ കുടിവെള്ളം കൊടുക്കുന്ന വേണ്ടി ചിലവാക്കുകയായിരുന്നു. അതായത് ടാങ്കിനകത്ത് എല്ലാ ഭവനങ്ങളിലും വെള്ളം എത്തിച്ചുകൊണ്ടായിരുന്നത്. അപ്പോൾ ഇതോടുകൂടി നമുക്ക് അതിൽ നിന്നൊരു മോചനം ഉണ്ടാകും. പമ്പ് ഹൗസ് സ്ഥാപിച്ചതോടെ ചെലവ് ചുരുക്കാനും ആകും. പുതിയ പമ്പ് ഹൗസിന്റെ ഉദ്ഘാടനം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തയ്യിൽ പ്രസന്നകുമാരി നിർവഹിച്ചു. കണ്ടല്ലൂർ പഞ്ചായത്തിലെ തെക്കൻ പ്രദേശങ്ങളായ 9, 10 വാർഡുകളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി കൊണ്ടുവരുന്ന പ്രദേശമാണ്. ഇതിന് പരിഹാരം എന്ന രീതിയിൽ കണ്ടല്ലൂർ പഞ്ചായത്ത് 2020-21 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 9 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഇന്നിവിടെ പൈപ്പ് ജംഗ്ഷനിൽ കോഴിക്കായൽവാരം എന്ന കുഴൽക്കിണർ സ്ഥാപിച്ചത്. ജലക്ഷാമം നേരിടുന്ന സമീപ പ്രദേശങ്ങളിലേക്കും കുടിവെള്ളം എത്തിക്കുമെന്ന് പ്രസിഡന്റ് ഉറപ്പു നൽകി. ന്യൂസ് 18 കായംകുളം. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിലെ 7 ഏക്കറോളം വരുന്ന ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു. ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വിവിധയിടങ്ങളിൽ കൃഷി ഇറക്കിയത്. കോതമംഗലം നെല്ലിക്കുഴി പഞ്ചായത്തിലെ തൃക്കാരയൂരിൽ 7 ഏക്കറോളം വരുന്ന ഭൂമിയിലാണ് കൃഷി ഇറക്കിയത്. മത്തൻ, പയർ, ചീര, നെയ്ക്കുമ്പളം, വെണ്ട, പാവൽ, വെള്ളരി തുടങ്ങിയ പച്ചക്കറി ഇനങ്ങളാണ് വിളവെടുത്തത്. സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗമായാണ് കൃഷി ഇറക്കിയത്. വിളവെടുപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് ഉദ്ഘാടനം ചെയ്തു. വളരെ സമൃദ്ധമായിട്ടുള്ള ഒരു വിളവാണ് ഇതിനകത്ത് കാണാൻ കഴിഞ്ഞത്. സർക്കാരിന്റെ 2ാം 100 ദിന പരിപാടിയുടെ ഭാഗമായിട്ട് ഞങ്ങളും കൃഷിയിലേക്കെന്നുള്ള ഒരു ക്യാമ്പയിനാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. മാടശ്ശേരിയിൽ MM സുകുമാരന്റെയും മൂടരാംകുഴിച്ചാലിൽ സുരേഷിന്റെയും കൃഷിയിടത്തിലെ പച്ചക്കറി വിളവെടുപ്പും നടന്നു. നെല്ലിക്കുഴി കൃഷി ഓഫീസർ ജിജി ജോബിന്റെ നേതൃത്വത്തിലാണ് വിളവെടുപ്പ് നടത്തിയത്. ജൈവ പച്ചക്കറി കൃഷി ലാഭകരമാണെന്നും കൃഷി തുടരുമെന്നും സുകുമാരൻ പറഞ്ഞു. കൃഷി കുഴപ്പമില്ല,
ഇപ്പം അവസാനമായപ്പോൾ വെള്ളരി മാത്രം ഇച്ചിരി കയറി പോകാത്തതാണ്. മറ്റേ ക്വാളിറ്റി കോർപ്പിൻ്റെ ഇതിലേക്ക് പോയത്. ഇവിടെ നാട്ടുകാരും മേടിക്കുന്നുണ്ട്, നല്ല വില കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല. ജൈവ പച്ചക്കറി ആയതിനാൽ ആവശ്യക്കാർ ഏറെയാണ്. പലരും കൃഷിയിടത്തിലെത്തിയാണ് പച്ചക്കറികൾ വാങ്ങിക്കൊണ്ടുപോകുന്നത്. എല്ലാ സഹായവുമായി കൃഷി വകുപ്പും മുന്നിലുണ്ട്. ന്യൂസ് 18 കോതമംഗലം. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പരാമർശിക്കപ്പെട്ട സന്തോഷത്തിലാണ് ആലുവ മുപ്പത്തടം സ്വദേശി നാരായണൻ. പക്ഷികൾക്ക് ദാഹജലം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് നാരായണന് ഈ അവസരം നേടിക്കൊടുത്തത്. ചുട്ടുപൊള്ളുന്ന വേനലിൽ ദാഹനീരിനായി വലഞ്ഞ പക്ഷിമൃഗാദികൾക്ക് വെള്ളമെത്തിക്കാൻ ശ്രീമൻ നാരായണേട്ടൻ നടത്തിയ ഇടപെടലാണ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ പരാമർശമുണ്ടായത്. ഒരിക്കൽ ഞാനൊരു ബസ്സിനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിൽ ഇരിക്കുകയായിരുന്നു. ഒരു പക്ഷി താഴെ വീണ് എഴുന്നേക്കാനായിട്ട് പാടുപെട്ട് ആ ശ്രമം പാഴായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളുണ്ട്. അപ്പം ഞാൻ തൊട്ടടുത്തിരുന്ന ആളോട് ചോദിച്ചു, എന്താ ഈ പക്ഷിക്ക് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് വെള്ളം കിട്ടാനായിട്ട്, വെള്ളം കുടിക്കാനായിട്ടാണ്. വെള്ളം കുടിക്കാനായിട്ട്? ആ അതെ. പിന്നെ വീണ്ടും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതേമാതിരിയുള്ള ധാരാളം കാഴ്ചകൾ വേനൽ കടുക്കുമ്പോൾ കാണാറുണ്ട്. ആ കാഴ്ച ആയിരുന്നു എൻ്റെ പിന്നീടുള്ള യാത്രയിൽ മുഴുവൻ, എൻ്റെ മനസ്സ് മുഴുവൻ. ജീവജലത്തിനൊരു മൺപാത്രം എന്ന പദ്ധതി ആവിഷ്കരിച്ച് ആ പദ്ധതി മുഖാന്തരം മൺപാത്രങ്ങൾ പക്ഷികൾക്ക് കുടിക്കാനുള്ള വെള്ളം സംഭരിച്ചു വെക്കാനായിട്ട് വ്യാപകമായി വിതരണം ചെയ്തു. ഓരോ വർഷവും 10,000-കണക്കിന് മൺപാത്രങ്ങളാണ് സ്വന്തം ചെലവിൽ ആരോടൊന്നും വാങ്ങിക്കാതെ വിതരണം ചെയ്യാനായിട്ട് ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നത്. അതായത് 9 വർഷം മുമ്പാണ് ഇത് ആരംഭിക്കുന്നത്. ഇപ്പോൾ 10 വർഷമായി. ഓരോ വർഷവും 10,000-കണക്കിന് മൺപാത്രങ്ങൾ വിതരണം ചെയ്യും. ഇപ്പോൾ 1 ലക്ഷത്തിലേക്ക് അത് എത്തുന്നു. മൺപാത്രങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് ഈ ജലാശയങ്ങളൊക്കെ വറ്റിക്കഴിയുമ്പോൾ, വെള്ളം കിട്ടാതെ വരുമ്പോൾ അത് ടെറസിൻ്റെ മുകളിലും മതിലിൻ്റെ മുകളിലും മറ്റേ മരത്തിൻ്റെ മുകളിൽ പറമ്പിലെ ഒക്കെ ഇത് വെള്ളം നിറച്ച് വെക്കുമ്പോൾ അതുങ്ങൾക്ക് വെള്ളം കിട്ടും. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇതിന് ഒരു പാത്രത്തിന് 30 മുതൽ 40 രൂപ വരെ ഒരു പാത്രത്തിന് വില വരും. അങ്ങനെ ആ വില കൊടുത്ത് വാങ്ങിച്ച പാത്രമാണ് നമ്മൾ ഇത് വിതരണം ചെയ്യുന്നത്. തന്റെ കർത്തവ്യം വളരെ ഭംഗിയായി നിർവഹിക്കുകയാണ് നാരായണേട്ടൻ. അതുതന്നെയാണ് പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ നാരായണേട്ടനെ കുറിച്ച് പരാമർശമുണ്ടാവാൻ ഇടയാക്കിയതും. പ്രകൃതി മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ ജീവജാലങ്ങൾക്കും കൂടി ഉള്ളതാണ് എന്ന് ഇദ്ദേഹം ഓർമ്മപ്പെടുത്തുകയാണ്. ക്യാമറമാൻ KP ധനേഷിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. നാട്ടിൻപുറത്തിൽ ഇനിയൊരിടവേള. മിനിയേച്ചർ രൂപങ്ങൾ നിർമ്മിച്ച് ശ്രദ്ധ നേടുകയാണ് വടകര കൂട്ടങ്ങാരത്തെ അഷ്റഫ്. വീട്ടുപകരണങ്ങളുടെയും ഫർണിച്ചറുകളുടെയും മിനിയേച്ചർ രൂപങ്ങളാണ് അഷ്റഫ് നിർമ്മിക്കുന്നത്. 1000-ലേറെ മിനിയേച്ചർ രൂപങ്ങൾ ഇതിനോടകം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. പോളിഷ് തൊഴിലാളിയാണ് വളപ്പിൽ അഷ്റഫ്. ഒഴിവു ദിവസങ്ങളിൽ മിനിയേച്ചർ രൂപങ്ങൾ നിർമ്മിക്കുന്ന കലയിൽ ലയിച്ചിരിക്കും. ഭാവനയുടെ ഇഴചേർത്ത് നിർമ്മിച്ച രൂപങ്ങളുടെ എണ്ണം എത്രയെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. നിതാന്തമായ ഒരു സബരിയാണ് അഷ്റഫിന് ഈ കല. വരുമാനമൊന്നും ലഭിച്ചില്ലെങ്കിലും സംതൃപ്തനാണ്. സോഫയും അലമാരയും കസേരയും കട്ടിലുമൊക്കെയായി വീടിനകത്തുള്ളവയൊക്കെ ചെറു രൂപങ്ങളാക്കി മാറ്റി. മരത്തിനു പുറമെ ചിരട്ടയും ഉപയോഗിച്ചിട്ടുണ്ട്. തേക്കിൻ്റെ കഷ്ണങ്ങൾ, വീട്ടിൻ്റെ കഷ്ണങ്ങൾ, അതെല്ലാം ഓരോ രൂപങ്ങളാക്കി എടുക്കും. അപ്പോൾ ചിലവരെല്ലാം ചോദിക്കും, അതിനെന്ത് ഭാഗം കണ്ടിട്ടുണ്ടാവും എന്ന് പറയും. അപ്പോൾ ചില ആൾക്കാരിൽ ഇതിന് എതിർപ്പുണ്ടായിരുന്നു, എന്നാ വല്ലാണ്ട് ഇൻസൾട്ടാക്കിയ ആളിലുണ്ടായിരുന്നു. അതിൽ ഇതുണ്ടാക്കി കൊണ്ടുപോയിട്ട് മറുപടി കൊടുക്കും ഞാൻ. നിർമ്മാണം തുടങ്ങിയാൽ മണിക്കൂറുകളോളം അതിൽ തന്നെയാവും. ഭക്ഷണം പോലും നിർമ്മാണം പൂർത്തിയാക്കിയാൽ മാത്രം. അത്രയ്ക്കുണ്ട് കലയോടുള്ള ആത്മസമർപ്പണം. അങ്ങനെ നിർമ്മിച്ച രൂപങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് സമ്മാനമായി നൽകും. മയ്യന്നൂരിലെ വാടക വീട്ടിലാണ് ജീവിതം. ഭാര്യയും 3 മക്കളും അടങ്ങുന്നതാണ് കുടുംബം. ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് തൊഴിലിന് പോകാൻ പ്രയാസമുണ്ട്. എങ്കിലും മിനിയേച്ചർ രൂപം ഉണ്ടാക്കുന്നതിൽ അഷ്റഫിന് വിശ്രമമില്ല. ന്യൂസ് 18 വടകര.
അസാധാരണ വലിപ്പത്തിലുള്ള മുട്ടകളിട്ട് നാട്ടിൽ ചർച്ചാ വിഷയമാവുകയാണ് ഒരു നാടൻ കോഴി. കണ്ണൂർ പരിയാരത്ത് ചെറുതാഴം പടന്നപ്രെ ഉമേഷിന്റെ കോഴിയാണ് അസാധാരണ മുട്ടകളുമായി നാടിനെ അത്ഭുതപ്പെടുത്തുന്നത്. ആവശ്യമായ മുട്ടകൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഉമേഷ് നാടൻ കോഴികളെ വളർത്താൻ ആരംഭിച്ചത്. അതിലൊന്നാണ് അസാധാരണ വലിപ്പമുള്ള മുട്ടകൾ ഇടുന്നത്. പൊട്ടിച്ചു നോക്കുമ്പോൾ മുട്ടയ്ക്കകത്ത് മറ്റൊരു മുട്ട. പല വെറ്റിനറി വിദഗ്ധരെയും ബന്ധപ്പെട്ടെങ്കിലും അത്ഭുത മുട്ടകളുടെ രഹസ്യം ആർക്കും വിശദീകരിക്കാനായില്ല. കോഴി ഏകദേശം ഒരു 3 മാസക്കാലമായി ഇങ്ങനെ മുട്ടയിടാൻ വേണ്ടി തുടങ്ങിയിട്ട് ഒരു അത്ഭുതങ്ങളൊക്കെയാണ് ഇപ്പം നമുക്ക് തോന്നുന്നു. ഒരു 10 ദിവസം എടുക്കുമ്പോൾ 3ാമത്തെ മുട്ടയും ഇട്ടു. കഴിഞ്ഞ 10 ദിവസത്തിനുള്ളിൽ 3 അസാധാരണ വലിപ്പമുള്ള മുട്ടകളാണ് ലഭിച്ചത്. അത്ഭുത മുട്ടകളിടുന്ന കോഴിയെ കാണാൻ ഇപ്പോൾ പലരും ഉമേഷിന്റെ വീട്ടിലെത്തുന്നു. ന്യൂസ് 18 കണ്ണൂർ. കണ്ണൂരിൽ ബിരിയാണി ചാലഞ്ച് ഒരുക്കി SYS പ്രവർത്തകർ. പരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് നിർമ്മിക്കുന്ന സാന്ത്വന കേന്ദ്രത്തിന്റെ ധനശേഖരണാർത്ഥമാണ് ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ബിരിയാണി ചാലഞ്ച് ഒരുക്കിയത്. 2 കോടി രൂപ ചെലവിൽ പരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് സാന്ത്വന കേന്ദ്രം നിർമ്മിക്കാനുള്ള ശ്രമത്തിലാണ് SYS ജില്ലാ കമ്മിറ്റി. പദ്ധതിക്ക് ആവശ്യമായ ധനം സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് കണ്ണൂരിലെ 60ഓളം കേന്ദ്രങ്ങളിൽ ബിരിയാണി ചാലഞ്ച് നടത്തിയത്. വിവിധതരം രോഗങ്ങൾക്ക് ചികിത്സ തേടി മെഡിക്കൽ കോളേജിലെത്തുന്നവർക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ആവശ്യമായ സൗകര്യങ്ങൾ സാന്ത്വനം കേന്ദ്രം വഴി ലഭ്യമാക്കാനാണ് SYS പദ്ധതിയിടുന്നത്. പരിയാരം മെഡിക്കൽ കോളേജിനോട് ചേർന്ന് SYS കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിയാരം സാന്ത്വന കേന്ദ്രം 2 കോടി രൂപ ചെലവിൽ നിലവിൽ വരികയാണ്. കണ്ണൂർ ജില്ലയിലെ 60ഓളം വരുന്ന കേന്ദ്രങ്ങളിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി SYS മൊകേരി സർക്കിൾ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ബിരിയാണി ചലഞ്ച് 7000ഓളം ബിരിയാണികളാണ് വിതരണം ചെയ്യുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഉദ്യമത്തിൽ പങ്കാളികളായത്. പണിമുടക്ക് ദിനം സേവന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞു എന്നതിന്റെ സന്തോഷത്തിലാണ് ജില്ലയിലെ SYS പ്രവർത്തകർ. ന്യൂസ് 18 കണ്ണൂർ. കണ്ടാൽ ഭീകരരാണ്, പക്ഷെ അടുത്തറിഞ്ഞാലോ പഞ്ചപാവങ്ങൾ. 5 ഇഗ്വാനങ്ങളാണ് മഞ്ചേരി സ്വദേശി സുനീറിന്റെ വീട്ടിലുള്ളത്. മനുഷ്യരുടെ ഈ അടുപ്പക്കാരുടെ വിശേഷങ്ങൾ അറിയാം. കാണുമ്പോൾ ആർക്കും ഒരു പേടിയൊക്കെ തോന്നുമെങ്കിലും ശരിക്കും ഇവർ സാധുക്കളാണ്, സസ്യപുക്കുകൾ. വിവിധ നിറങ്ങളിലുള്ള 5 ഇഗ്വാനകളാണ് മഞ്ചേരി കാരക്കുന്ന് സ്വദേശി സുനീറിന്റെ പക്കലുള്ളത്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഇവർ സുനീറിനൊപ്പമുണ്ട്. ഭൂമധ്യരേഖാ പ്രദേശമാണ് ഇഗ്വാനകളുടെ പ്രധാന വാസസ്ഥലം. എങ്കിലും കേരളത്തിൽ ഇവയ്ക്ക് വൻ ഡിമാൻഡാണ്. അതിനാൽ തന്നെ ഇഗ്വാന വളർത്തൽ ലാഭകരമാണെന്നും സുനീർ സാക്ഷ്യപ്പെടുത്തുന്നു. എഗ് കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ പ്രോഫിറ്റബിൾ ആണ്. കുഞ്ഞുങ്ങൾക്ക് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകൾ അത്യാവശ്യം എൻക്വയറിയും കാര്യമുള്ള ഒരു പെറ്റാണ് ഇഗ്വാന. ഏകദേശം കുഞ്ഞുങ്ങളൊരു ചെറിയ കുഞ്ഞുങ്ങൾ ഗ്രീൻ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 9000 രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. പിന്നെ കളറിനനുസരിച്ച് ഓരോ കളറിനെ ഡിപ്പെൻഡ് ചെയ്ത് പ്രൈസിൽ മാറ്റം വരുന്നുണ്ട്. ഇഗ്വാനകൾക്ക് പുറമെ വ്യത്യസ്ത തരം പാരക്യൂറ്റുകൾ, തത്തകൾ, പൂച്ചകൾ എന്നിവയും സുനീറിന്റെ വീട്ടിലുണ്ട്. ന്യൂസ് 18 തിരൂർ. കാണികൾക്ക് ആവേശം പകർന്ന് പാലക്കാട് മലമ്പുഴയിൽ ബൈക്ക് റേസിംഗ്. 7 വിഭാഗങ്ങളിലായി നടന്ന മത്സരങ്ങളിൽ വിവിധ ജില്ലകളിൽ നിന്നായി 60ഓളം പേർ പങ്കെടുത്തു. പാലക്കാട്ടെ റോയൽ പിസ്റ്റോപ്പിന്റെ നേതൃത്വത്തിലാണ് മലമ്പുഴ ചെറാട് മേഖലയിൽ ബൈക്ക് റേസിംഗ് നടന്നത്. സ്വകാര്യ സ്ഥലത്ത് ക്രമീകരിച്ച ട്രാക്കിൽ 1.5 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു സാഹസിക പ്രകടനം. ഏഴ് വിഭാഗങ്ങളിലായി നടന്ന മത്സരത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി 54 പേർ പങ്കെടുത്തു. സാഹസികതയും ആവേശവും നിറഞ്ഞു നിന്ന മത്സരം കാണാൻ നിരവധി പേരാണെത്തിയത്. ന്യൂസ് 18 പാലക്കാട്.
ഭിന്നശേഷിക്കാർക്ക് ജീവിത പങ്കാളികളെ കണ്ടെത്താൻ കൊണ്ടോട്ടിയിൽ അഖില കേരള വിവാഹാലോചന സംഗമം. പൊരുത്തം 2022 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ 1000-ലധികം പേരാണ് പങ്കെടുത്തത്. പുളിക്കൽ എബിലിറ്റി ഫോർ ദി ഡിസേബിൾഡും waytonikah.com സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭിന്നശേഷിക്കാരായതുകൊണ്ട് മാത്രം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവർക്ക് പുതിയ പ്രതീക്ഷ പകരുന്നതായിരുന്നു ഈ സംഗമം. 1000-ലധികം പേർ സംഗമത്തിൽ പങ്കാളികളായി. തികച്ചും സൗജന്യമായി രജിസ്ട്രേഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംരംഭം ഞങ്ങൾ രണ്ടുപേരും നടത്തുന്ന 3ാമത്തെ സംരംഭമാണ്. ആദ്യത്തെ 2 മേളകളിൽ നിന്ന് 100 കണക്കിന് ആളുകൾ വിവാഹ സൗഭാഗ്യം ലഭിച്ചതുകൊണ്ടാണ് ഇങ്ങനെ 3ാമത്തെ ഒരു മേള ഞങ്ങളുടെ തന്നെ ആസ്ഥാനമായ എബിലിറ്റി ക്യാമ്പസിൽ നടത്തുന്നത്. ഭിന്നശേഷിക്കാരായിട്ടുള്ള എല്ലാവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർക്കും ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി തികച്ചും സൗജന്യമായിട്ട് നടത്തുന്ന ഒരു സേവനമാണ് ഈ ഒരു പൊരുത്തം എന്ന് പറയുന്നത് മീറ്റ്. ഇത്തരത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന 3ാമത്തെ പരിപാടിയാണിത്. 2018 വിവാഹാലോചന സംഗമം വഴി ഒന്നിച്ച ഹംസ മുഹമ്മദും റിസ്വാന നർഗീസും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് 18 കൊണ്ടോട്ടി. പാലക്കാട് ഷൊർണൂർ പോലീസ് സ്റ്റേഷനിൽ SIക്ക് നൽകിയ യാത്രയയപ്പ് ചടങ്ങിനിടെ ഭീഷ്മപർവം സിനിമാ സ്റ്റൈലിൽ ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് CIയും സഹപ്രവർത്തകരും. ഭീഷ്മപർവം സിനിമയിൽ ഏറെ കയ്യടി നേടിയ രംഗമാണ് കുടുംബാംഗങ്ങളോടൊപ്പം മമ്മൂട്ടിയുടെ നായക കഥാപാത്രം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയ ഈ രംഗമാണ് പോലീസുകാരും അനുകരിച്ച് ആവേശമാക്കിയത്. ഷൊർണൂർ SI KA ജേക്കബിനുള്ള യാത്രയയപ്പ് ചടങ്ങിനിടെയാണ് CI PM ഗോപകുമാറും സഹപ്രവർത്തകരും ഭീഷ്മപർവം സ്റ്റൈലിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തത്. വെള്ള ഷർട്ടും വെള്ള മുണ്ടുമായിരുന്നു ഡ്രസ് കോഡ്. കുടുംബാംഗങ്ങൾക്കൊപ്പം വന്ന SI ജേക്കബ് ഡ്രസ് കോഡ് പാലിക്കാത്തതിനാൽ ഭീഷ്മപർവം സ്റ്റൈൽ ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് പുറത്തായെങ്കിലും ഔദ്യോഗിക ഗ്രൂപ്പ് ഫോട്ടോയിൽ താരമായി. എന്തായാലും യാത്രയയപ്പ് ചടങ്ങിനിടെ CIയും സംഘവും എടുത്ത സിനിമാ സ്റ്റൈൽ ഗ്രൂപ്പ് ഫോട്ടോ സ്റ്റേഷനിലെത്തിയവർക്കും രസക്കാഴ്ചയായി. ന്യൂസ് 18 പാലക്കാട്. നാട്ടിൻപുറം അവസാനിക്കുകയാണ്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളുമായി ഇനി അടുത്ത ആഴ്ച.